ഈ കാണുന്ന സാധനം കണ്ടുപിടിച്ച പുള്ളി വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇലോൺ മസ്കിന്റെ കൂടെ ഇരുന്ന് കാപ്പി കുടിക്കുമായിരുന്നു. ഈ ഒരു ഐഡിയ കൊണ്ട് ഇദ്ദേഹത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാവാമായിരുന്നു. സംഗതി 1992 ടൊയോട്ട കമ്പനിയിലെ ജോലിക്കാർ ഒരു ചെറിയ സ്പെയർ പാർട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഏകദേശം 10 ബാർകോഡുകൾ വരെ സ്കാൻ ചെയ്യണമായിരുന്നു. അപ്പോഴാണ് മസാഹിറോ ഹാര എന്ന എഞ്ചിനീയർ രംഗത്ത് വരുന്നത്. പുള്ളിക്ക് ഉച്ചഭക്ഷണ സമയത്ത് ഗോ എന്ന് പറയുന്ന ഗെയിം കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ കറുപ്പും വെളുപ്പും കട്ടകളിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് മസാഹിറോ ഹാര ചിന്തിക്കുന്നത്, ബാർകോഡ് വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തേക്കോ ഇല്ലെങ്കിൽ ഇടത്തു നിന്നും വലത്തേക്കോ മാത്രമാണ് സ്കാൻ ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ട് മുകളിൽ നിന്നും താഴേക്കും താഴെ നിന്നും മുകളിലേക്കും സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ് ഉണ്ടാക്കിക്കൂടാ? 6 മാസത്തെ കഠിനാധ്വാനം, മാഗസീനും പേപ്പർ കട്ടിങ്ങും റിസർച്ച് പേപ്പറും എല്ലാം ചെക്ക് ചെയ്തു. ഒടുവിൽ അദ്ദേഹം ആ മാജിക് റേഷ്യോ കണ്ടുപിടിച്ചു. ആ 3 ചെറിയ ചതുരങ്ങൾ ഏത് ആംഗിളിൽ നിന്നും സ്കാൻ ചെയ്യാൻ പറ്റുന്ന QR കോഡ് പിറന്നു. ഇതിന്റെ പേരിന്റെ അടുത്ത് കോഡുകൾ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഹാര ചെയ്തത് മറിച്ചായിരുന്നു. ആ ടെക്നോളജി ലോകത്തിന് അദ്ദേഹം സൗജന്യമായി നൽകി. ഇന്ന് ചായക്കട മുതൽ എയർപോർട്ടുകൾ വരെ ഈ QR കോഡ് ഇല്ലാതെ പറ്റില്ല. നമ്മളെയെല്ലാം പേഴ്സ് എടുക്കാതെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകം ഈ QR കോഡ് എന്നുള്ളതാണ്. ചൈനയിൽ മാത്രം ഏകദേശം 200 കോടി ട്രാൻസാക്ഷനാണ് QR കോഡ് വെച്ച് നടക്കുന്നത്. ലോകത്തിന് വലിയൊരു മാറ്റം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൈവശം വെക്കുകയല്ല, മറിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കണം എന്നുള്ളതാണ് ഹാരയുടെ സങ്കല്പം.